എന്തോടോ വീരാനെ പതിവില്ലാത്തൊരു ആൾക്കൂട്ടം? വൈദ്യർക്ക് വല്ല അത്യാഹിതവും? അല്ലെന്ന്, ഓന് ലോട്ടറി അടിച്ചിരിക്കുകയാണ്. ലോട്ടറിയോ? ആ, പട്ടാളം സംഗതി ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. നാട്ടിലൊരു പേപ്പട്ടി ഇറങ്ങിയിരിക്കുന്നത്. മനുഷ്യന്മാരായ മനുഷ്യനെ മുഴുവൻ ഓൻ ഓടിച്ചിട്ട് കടിച്ച്. ആ കടി കിട്ടിയവരെല്ലാം വൈദ്യരുടെ കടയുടെ മുമ്പിൽ ക്യൂ നിൽക്കുകയല്ലേ. എന്തിനാ വൈദ്യരെ കടിക്കാനാണോ? ഓ അല്ലെന്ന്, വൈദ്യര് കണ്ടുപിടിച്ച പച്ചമരുന്ന് മേടിക്കാൻ. ആ ലോട്ടറിയുടെ കാര്യമാണ് നമ്മള് പറഞ്ഞത്. ഓരോരുത്തരുടെ ഓരോ സമയവേ. ബിവറേജിന്റെ മുമ്പിൽ പോലും ഇത്രയും തിരക്ക് ഞാൻ കണ്ടിട്ടില്ല. ആ എന്തായാലും ബീരാൻ നല്ലൊരു ചായ എടു. ചെല്ലേ ബീരാനേ, ഒരു ചായ. ആ ഇതാര രമണനോ? മട്ടുമാതിരി കൊണ്ടിട്ട് നിനക്ക് നല്ല കഥാപ്രസംഗം ഉണ്ടായിരുന്നു തോന്നുന്നു. പത്രത്തിൽ വായിച്ചൂലേ? ഇതാ ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു. ഞാൻ എവിടെ കഥ പറയാൻ പോയാലും പിറ്റേന്നത് പത്രത്തിൽ അടിച്ചു വരും. പത്രത്തിലൊന്നും വായിച്ചതല്ല, നിന്റെ ഈ കാല് കണ്ടിട്ട് ചോദിച്ചാ. സത്യം പറഞ്ഞ ഇന്നലെ കഥ പറയാൻ പോയെടുത്ത് കമ്മിറ്റിക്കാർ തല്ലി ഓടിച്ചല്ലടാ നിന്റെ കാല്. അനാവശ്യം പറയരുത്. എടോ, കഥാപ്രസംഗം കഴിഞ്ഞു വരുന്ന വഴി ഒരു പട്ടി എന്റെ കാലെ കടിച്ചതാ. അല്ലോ, ആ പട്ടി രമണനെയും കടിച്ച. എന്തായാലും നീ ഇനി നാരങ്ങ കഴിച്ചുകൂടാ. അതെന്താ? എടാ നാരങ്ങ കഴിച്ചാ പേയളകുന്നു. പേപ്പട്ടിയോ? അതെ. ഇന്നാടു വൈദ്യരെ, ദേ തനിക്കൊരു പട്ടികടിക്കാരനെ കൂടി കിട്ടിയിട്ടുണ്ട്. ദേ ഇരിക്കണ നമ്മുടെ കാതികൻ രമണൻ. നമ്മുടെ കച്ചവടം പൊടി പിടിക്കണല്ലോ. രമണ ഓപ്പൺ മുണ്ട് കാണട്ടെ. 1 2 3 പാടുണ്ട്. ഇതാവും പേപ്പട്ടി തന്നെ ആയിരിക്കുള്ളൂ, ഒരു സംശയം വേണ്ട. ആ പേപ്പട്ടി എന്നോട് എന്തിനീ ക്രൂരത കാണിച്ചു? പേപ്പട്ടിയുടെ കടി കൊണ്ട് ഞാൻ തട്ടിക്കറി ധൈര്യമായിട്ട് എങ്ങനെ കഥ പറയും? എന്റെ കലാജീവിതത്തിന്റെ കടക്കൽ തന്നെ നീ കത്തിവെച്ചല്ലോടാ പേപ്പട്ടി. എന്റെ രമണ, എന്റെ അഭിപ്രായത്തിൽ ശരിക്കും അതൊരു നല്ല കാര്യമല്ലേ ചെയ്തേക്കണേ. ഭാർഗവ, ശവത്തി കുത്തരുത്. രമണം പേടിക്കണ്ട, ഈ കടിക്കുള്ള മരുന്നൊക്കെ വൈദ്യുതി തരാം കേട്ടോ. എടോ ഭാർഗവ, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു പേപ്പട്ടിയെ പിടിക്കുന്ന ഒരു പട്ടിപിടുത്തക്കാരനെ വേണം. ശരിയാ, കൊച്ചുപിച്ചടങ്കലെ എല്ലാത്തിനെയും കടിക്കുന്ന കള്ള ഹിമാറിനെ കൊല്ലാണ്ട് പറ്റൂല. വെറുതെ എന്നാത്തിനാണ്? അതൊരു പാവം പേപ്പട്ടിയല്ലേ, അതിവിടെ കടിച്ചു പിടിച്ചൊക്കെ നടന്നോട്ടെ. അത് തന്റെ കടയിൽ കച്ചവടം കിട്ടാനല്ലേ, തന്റെ പേരെ തന്റെ കയ്യിൽ വെച്ചാ മതി. പറ്റിയ ഒരാളുണ്ട്, ഒരു ജഗജില്ലി. ഏത് പേപ്പട്ടീനെ അവൻ കൊടുക്കിട്ട് പിടിക്കും. പിന്നെ അവന്റെ താമസം ശകുന്റെ വീട്ടിൽ ഞാൻ അറേഞ്ച് ചെയ്തോളാം. പക്ഷെ അവന്റെ ഭക്ഷണത്തിന്റെ കാര്യം എന്ത് ചെയ്യും? ഒരാളിന്റെ വയറിന്റെ കാര്യല്ലേ, അത് ഞമ്മളേറ്റി. ഞമ്മടെ കടയിലുണ്ടാക്കുന്നതിന്റെ ഒരു പങ്ക് ഞമ്മള് കൊടുത്തോളാം. ഇത് പിടിച്ചേ. ഇനി ഇപ്പൊ വഴിച്ചെലവിന്റെയും വണ്ടിക്കാശിന്റെയും കൂടി കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. ആ ചിലവൊക്കെ ഞാൻ ഏറ്റു. പട്ടാളം വേഗം ചെന്ന് ആളെ കൊണ്ടുപോവാ. ആളൊരു പ്രത്യേക ടൈപ്പാ. നല്ല മൂഡിലാണെങ്കിൽ ചെന്ന് വിളിച്ച അപ്പൊ തന്നെ കൂടെ പോയി. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. അവൻ വന്ന നമ്മൾ രക്ഷപ്പെട്ടു. പടശോനെ, പട്ടാളം കുറച്ചേരെ ആനയാണ് ചേനയാണെന്ന് പറയുന്നുണ്ടല്ലോ. ആരാണ് ഇത്ര ഭയങ്കരനായ ആ ജഗജില്ലി? വേട്ടക്കാരൻ ചേറുണ്ണി. തുണി അലക്കി മനുഷ്യന്റെ നടു ഒടിഞ്ഞു. ഒരു വാഷിംഗ് മെഷീൻ വാങ്ങി തരാന്ന് പറഞ്ഞാൽ വാങ്ങണ ലക്ഷണവും ഇല്ല. ഇനി കഥയും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരട്ടെ. പച്ചവെള്ളം കൊടുക്കില്ല, നോക്കിക്കോ പച്ചവെള്ളം. അതാര് പെണ്ണുങ്ങൾ കുളിക്കണ നിനക്ക് എന്താ കാര്യം? അയ്യോ ഇത് അയ്യോ കാരണം അങ്ങോട്ട് ഞാൻ ശരിയാക്കാം. മര്യാദക്ക് തുണി അലക്കാനും പറ്റില്ലെന്ന് വെച്ചാ എന്റെ അമ്മ എന്നെ ഒന്നും ചെയ്യാതെ. പിന്നെ നാറിയിട്ട് അടുക്കാനും പറ്റുന്നില്ല. എവിടുന്ന് വരുന്നു? എന്താ പേര്? ചേറുണ്ണി. വെറുതെ അല്ല നാറുന്നത്, ചേറുണ്ണി. നിന്നെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടേ இந்த ஊர்ல ஆദ്യമേ வருது. നിനക്കെന്താ ഈ നാട്ടിൽ കാര്യം? அம்மா இந்த ஊர்ல ஒரு பேய் நாயை இളകി ആൾക്കാരെ എല്ലാം ഓടിച്ചിട്ട് കടിക്കത് എന്നൊരു മെസ്സേജ് എനിക്ക് கிடைச்சாச்சு. അതിനെ കൊന്ന് இந்த ചേറിൽ താത്തിയിട്ട് இந்த ചേറുണ്ണി இந்த ஊரை വിട്ട് പോകുകയുള്ളൂ. രമണേട്ടനെ കടിച്ച പട്ടിയെ പിടിക്കാൻ വന്ന പട്ടിപിടുത്തക്കാരൻ. അതോ ഈ കണക്കിന് പോയാ നമ്മുടെ കട പൂട്ടുമല്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് കട പൂട്ടാൻ സാധ്യത. ഉറപ്പാ. ഭക്ഷണം കൊടുക്കാന്നുള്ള ഒറ്റ വാക്കിന്റെ ഉറപ്പിലാണ് ഞാൻ ഇവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അത് ന്യായം. വീരാനെ, നമ്മൾ ആണുങ്ങൾ ഒരു വാക്ക് പറഞ്ഞത് വാക്കായിരിക്കണം. പടശോനെ, ഞമ്മളാകപ്പാടെ പുലിപാല് പിടിച്ചല്ല. എന്റെ ബീരാനെ, നമുക്കൊന്നും പേടിക്കാനില്ല. കൂടി വന്ന 2 3 ദിവസവും സഹിച്ചാ പോരെ. അതിനുള്ളവൻ പട്ടിയെ പിടിച്ച് തന്നോളും. പിന്നെ ഇവന്റെ ശല്യമില്ലല്ലോ. പിന്നെ 2 3 ദിവസത്തിനുള്ളിൽ ഇവൻ പട്ടിയെ പിടിച്ചു തരും. പിന്നെ നമുക്ക് ഇവനെ അങ്ങോട്ട് പറഞ്ഞു വിടാം. പിന്നെ ഇവന്റെ ഈ ശല്യമില്ല, അല്ലാതെ വേറെ ഒരു ബയ്യില്ലല്ലോ. അതാണ്. ഈ ഹിമാറിന് പേപ്പട്ടിയെ കണ്ടാ മനസ്സിലാകൂ. അത് ശരിയാണ്. ഇനി പേപ്പട്ടിയാന്നും പറഞ്ഞ് വേറെ ഏതെങ്കിലും പട്ടീനെ വെടിവെച്ച് വന്നിട്ട് അതിന്റെ കുഴപ്പം കൊണ്ട് നമുക്ക് വരുമോ? അതിന് വഴിയുണ്ട്. ഞാൻ അവന് കൃത്യമായിട്ട് പേപ്പട്ടിയുടെ അടയാളം പറഞ്ഞു കൊടുക്കാം. അത് മതി. എടാ ചേറുണ്ണി,
നിനക്ക് ഈ പേപ്പട്ടിയെ കണ്ടാ തിരിച്ചറിയാൻ പറ്റുമോ? അതിന് വേണ്ട അടയാളം ഞാൻ പറഞ്ഞുതരാം. നീണ്ട വാല് താഴേക്ക് ഇങ്ങനെ വളഞ്ഞു കിടക്കും, പിന്നെ 4 കാലുണ്ട്, പിന്നെ മുകളിലേക്ക് കൂർത്ത 2 ചെവി, പിന്നെ താഴേക്ക് നീണ്ടു കിടക്കുന്ന ഒരു നാക്ക്. എന്താ ഇത്ര അടയാളം പോലെ? എന്താ സാർ നീങ്ക சொல்லுறது? இந்த லட்சணம் தான் எல்லா நாய்களுக்கும். അല്ല ഇതല്ലാതെ ഏതാവത് സ്പെഷ്യൽ ഇരിക്ക അത് சொல்லு. ആ സാധനത്തിന്റെ വായി കൂടി എപ്പോഴും ഇങ്ങനെ നൊരയും പതയും വന്നോണ്ടിരിക്കും. ആമാ ആമാ അതാണ് അതാണ്. പിന്നെ പുറത്ത് 3-4 കറുത്ത പുള്ളിയുണ്ട്, വെളുത്ത നിറമാണ്, വാലിലും പുള്ളിയുണ്ട്. മതി 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 മതി. இந்த லட்சணம் மட்டும் தாராளம் மதி. ഇനി നിങ്ങൾ இந்த வேட்டக்காரன் சேருண்ணிக்கு காட்டி கொடுத்தா போதும். அவருடைய അന്ത്യം എന്റെ ഇന്ത തുപ്പാക്കി മുനയിൽ താൻ ഒതുങ്ങിയിരിക്കേ. ഒരു വേട്ടക്കാരനായാൽ ഇങ്ങനെ വേണം. കാര്യം ആളൊരു തീറ്റപ്രാന്തനാണെങ്കിലും ചോറുണ്ണിക്ക് നല്ല കാര്യപ്രാപ്തിയുണ്ട്. തീറ്റ പ്രാപ്തി ഉണ്ട്. ചേറുണ്ണി, നീ ധൈര്യമായിട്ട് ഓപ്പറേഷൻ തുടങ്ങിക്കോ. നിനക്ക് വേണ്ട എന്ത് സഹായത്തിനും ഞങ്ങൾ ഈ നാട്ടുകാർ മുഴുവൻ നിന്റെ പുറകിലുണ്ട്. ബീരാനെ കുറച്ച് വെള്ളം എടുത്തു കൊടുക്കാം, അവൻ കൈ കഴുകട്ടെ. തണ്ണി എനിക്ക് അലർജി, തണ്ണി വേണ്ട. ഇതാ പോതും. വാ, സമയം കളയണ്ടേ, നമുക്ക് പേപ്പട്ടിനെ പിടിക്കാൻ പോവാം. എനിക്ക് നല്ല തൂക്കം വരുത്. ഒന്ന് തൂങ്ങണം, അതിന് ഇടം കിടക്കുമാ? രാത്രി കിടക്കാനുള്ള സ്ഥലം പോരെ, ഈ പകലെന്തിനാ കിടന്നുറങ്ങണ? എന്നടാ ഒരു വേട്ടക്കാരനോട് തർക്കുത്തരം പറയുന്നോ? എപ്പ തൂങ്ങണം എപ്പ പടുക്കണമെന്ന് ഞാൻ നിനക്ക് പുറിഞ്ചിതാ? എനിക്ക് കിടക്കാനുള്ള ഇടം പാത്തതാ, അങ്ങേ എന്നെ കൂട്ടിക്കൊണ്ട് പോ. അല്ല, അപ്പൊ ഈ പേപ്പട്ടിയെ പിടിക്കണില്ലേ? അത് എനിക്കൊരു മൂഡ് പറയണം. அந்த மூடில் தான் പേപ്പട്ടി പിടിക്കാൻ ഇറങ്ങിയത്, മനസ്സിലായ? പെട്ടെന്ന് പോയി കിടക്കാനുള്ള സ്ഥലം കാണിച്ചതാ. സെല്ല് സെല്ല്. നാളത്തെ സാപ്പാട് എടുത്ത് വെച്ചിരിക്കും ഇപ്പോഴേ. ചൂടാറി ഇരിക്കട്ടെ, അപ്പൊ കുശിയാ സാപ്പിടാ. அம்மா அம்மா கொஞ்சம் சாப்பாடு கொடுக்கம்மா, நல்ல பசி இருக்கு. ഇതൊന്നും ആകലേ. അമ്മാ എന്താടോ? അമ്മച്ചേ വാമ്മ, കൊഞ്ചം സാപ്പാട് കൊടുമ്മ. ഒറ്റക്കലം കഞ്ഞി ഒറ്റ ഇരിപ്പിനാ കുടിച്ചത്. ഇനി കഞ്ഞി ചോദിക്കരുത്, ഒറ്റക്കലം കഞ്ഞിയാ കുടിച്ചു തീർത്തിരിക്കുന്നത് കേട്ടോ. കൊടഞ്ചിട്ട് ബുദ്ധിമുട്ടണ്ട അമ്മ, ഇങ്ങതാ ഞാൻ സാപ്പിട്ടോളാം. ഏത് നേരത്താണോ ഭഗവാനെ ഭാർഗവേട്ടൻ ഇങ്ങനൊരു മാരണത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ തോന്നിയത്? ഇങ്ങോട്ട് വരട്ടെ, ശരിക്കും ഞാൻ പറയുന്നുണ്ട്. അമ്മ ഒരു കാര്യം ചോദിക്കാൻ ഞാൻ മറന്നുപോയി. ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഇരിക്കും അമ്മ? ബ്രേക്ക്ഫാസ്റ്റ് അല്ല, നിന്നെ സൂപ്പർ ഫാസ്റ്റിലാ കയറ്റി വിടുന്നത്. കിട്ടിയത് തിന്നിട്ട് വേഗം പട്ടിയെ പിടിക്കാൻ നോക്ക്. അതെങ്ങനെ കിടക്കും അമ്മ? ഇന്ന് സൺഡേ താനേ, ഇന്ന് നായ്കളെല്ലാം ലീവ്. നായെ പിടിക്ക മുടിയാതെ സൺഡേ ദിവസം. അയ്യോ, നീയൊക്കെ എന്തോ സർക്കാർ ജോലിയാണോ ഇവിടെ ചെയ്യുന്നത്? വേഗം പോയി പട്ടിയെ പിടിച്ചില്ലെങ്കിൽ വിവരം അറിയും, പറഞ്ഞേക്കാം. സരി, இந்த കഞ്ഞി മുഴുവൻ ദഹിച്ച്. ഞാൻ നോക്കട്ടെ. ഇനി ആ ബീറാന്റെ കടയിൽ പോയി എന്തേലും കഴിച്ചാലേ വയറൊരു സുഖമാകൂ. എന്റെ ദൈവം, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കാം, നിന്റെ വയറ്റിൽ കൊക്കപ്പുഴു വല്ലതും ഉണ്ടോ? തെറിയാതമ്മ. അല്ല, ഈ കഴിക്കുന്നൊക്കെ എങ്ങോട്ടാ ഈ പോകുന്നേ? കരയുന്നേ? അബ്ബാ, എനിക്ക് മറ്റും ഒരു പെരിയ അസുഖം ഇരിക്കമ്മാ. അസുഖോ? ഞാൻ ഇതുവരെ അത് യാർക്കിட்ட சொல்லல. എന്തോ അസുഖം? സാപ്പാട് ചോറ് എന്താണ് ഏ ഊരിലെ പറയത്? എന്ന് വെച്ചാ വിശപ്പിന്റെ ഒരു അസ്കിത പോലത്തെ. അതെ, നല്ല വല്ല സ്ഥലത്തുനിന്ന് നല്ല തല്ല് കിട്ടുമ്പോ മാറിക്കോളും. അവൻ കുറുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ ഗുലുമാൽ ഗുലുമാൽ. ശകുവേ, ചേറുണ്ണിക്ക് ചോറ് കൊടുപ്പായിരിക്കും അല്ലേ? കേട്ട് കേട്ട്. അണ്ണാ 2 പഴം കിടക്കുമാ? പിന്നെ പഴം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. തള്ളിക്കൊണ്ട് പോവല്ല. എന്താന്ന് എന്റെ ഭാർഗവട്ടൻ ഇതെന്തൊരു തീറ്റപ്പണ്ടായിരുവാ? ഒറ്റ ഇരിപ്പിൽ ഒരു കാലം കഞ്ഞിയാ കുടിച്ചു തീർത്തത്. ഭാർഗവട്ടൻ ഇതുപോലെ ഒരു നാശത്തിന് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ തോന്നിയല്ലോ. എന്നോട് എന്തെങ്കിലും ശത്രുത ഉണ്ടായിരുന്നെങ്കിൽ അത് നേരിട്ട് പറഞ്ഞു തീർക്കുന്നതായിരുന്നു മര്യാദ. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായ ശകു? ആളും പേരും ഇല്ലാതെ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ശകുവിന് വീട്ടുകാവലിനൊരു ആളായിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇവന് ഇവിടെ കൊണ്ടാക്കിയത്. അതൊരു ഉപകാരമല്ലേ ശകു? അല്ല, ഉപകാരമല്ല, ഉപദ്രവോ, മഹാ ഉപദ്രവം. കാര്യം നമ്മുടെ ചേറിന് കുറച്ച് ഭക്ഷണം കൂടുതൽ കഴിക്കും. ശകുവിന് താല്പര്യമില്ലെങ്കിൽ അവൻ ഇനി മുതൽ ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം കൊടുക്കണ്ട. പ്രശ്നം തീർന്നില്ലേ?
ഒറ്റ ദിവസം കൊണ്ട് ഞാൻ 1 മാസത്തേക്ക് മേടിച്ചു വെച്ച സാധനങ്ങൾ ഇവൻ തിന്നു തീർത്തത്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇന്നലെ ഞാൻ TV കണ്ടോണ്ടിരുന്നപ്പം അവൻ ജനലിലൂടെ വന്ന് ഒളിഞ്ഞു നോക്കി. ഭാർഗവേട്ടൻ തന്നെ പറ, ഇനി ഞാൻ എന്ത് ചെയ്യണം? അത് ശരി, ചേറുണ്ണി ഇത്രക്കാരനാണോ? ചോദിച്ചിട്ട് തന്നെ കാര്യം. ദാ. ദാ. പഴം കടച്ചാച്ചാ എടാ ഇന്നലെ രാത്രി ശാഖു TV കണ്ടിരുന്നപ്പോ നീ ജനലിൽ കൂടി ഒളിഞ്ഞു നോക്കിയോടാ? നോക്കിയാച്ച് നീ ഇത്ര വൃത്തികെട്ടവനായിരുന്നോടാ? என்ன ஐயா இது மாற்று தெரியாது அது இது ஏதும் பேசாது இவர் என்ன சேனல் வச்சு பாத்திருக்கேன்னு கேள அவர்கிட்ட ശാഖു ഏത് ചാനലാ കണ്ടോണ്ടിരുന്നെ? അത് പിന്നെ ടോം ആൻഡ് ജെറി. அந்த டோமான் ரெஜி இல்லையா തെറി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. அந்த சேனல் ஒரு பெரிய பூச்சியும் சின்ன எலியும் தமிழ் விளையாட்டும் இல்லையா அது எனக்கு ரொம்ப பிடிச்சிருக்கு அது நான் பார்த்தது அல்லாத வேற ஒண்ணுமே நீங்க நினைக்க மாதிரி ஒண்ணும் இல்ல അയ്യോ കുഞ്ഞു മനസ്സാ ശാഖു. എന്തായാലും ശരി, ഇനി ഇവനെ ഇവിടെ താമസിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. എങ്ങോട്ടായാലും ശരി, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇവനെ ഇവിടുന്ന് പുറത്താക്കണം. ഇല്ലെങ്കിൽ ഭാർഗവേട്ടൻ അനുഭവിക്കും. ശാഖു ഈ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. ഭാർഗവേട്ടൻ ഇവനെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ഭാർഗവേട്ടനെ ഇവിടുന്ന് അടിച്ചു ഓടിക്കും. ദൈവമേ, വെളുക്കാൻ തേച്ചത് പാണ്ടാവോ? എങ്ങനെയെങ്കിലും ഇവനെ ഒഴിവാക്കിയില്ലെങ്കിൽ ശാഖു എന്നെ ഇവിടെ നിന്ന് പുറത്താക്കും. அண்ணே பழையதவரை கடைசில இந்த திருவண்ணாபுரம் கிராமம் அப்படியே நான் அரிச்சு பறக்கி திருட்டு பயல் எங்கே ஒளிச்சிருக்காங்க பொத்து ஆனா ஆறு തോട് മരങ്ങൾ എല്ലാം ഞാൻ കേറി ഇറങ്ങി പാത്ത് എങ്ങും അവനെ കടക്കാതെ. പക്ഷേ ഒരു കാര്യം, ഞാൻ അവനെ എന്റെ വറുതിക്ക് വരുത്തിയിട്ടേ എന്റെ നാട് വിട്ട് പോകുള്ളൂ. അത് നിങ്ങൾ മനസ്സിലായിക്കോ. മുതലാളി പെട്ടെന്ന് പോയി പുട്ടുകടലിൽ സാപ്പാട് എടുത്തിട്ട് വാ. 4 മുട്ട ഇരിക്കട്ടെ, ചെല്ല് പട്ടിയെ പിടിക്കാനുള്ളതാ. അങ്ങോട്ടിരിക്കും. എടുത്തിട്ട് വാ. ഭാർഗവ, നിനക്ക് എന്താ പറ്റിയത്? നിന്നെ ആരെങ്കിലും ഓടിച്ചിട്ട് തല്ലാൻ നോക്കിയാ? ഭാർഗവ, വീരാനെ, നമ്മുടെ ഭാർഗവന് എന്താ പറ്റിയെന്ന് അറിയില്ല. ചോദിക്കണേനാണെങ്കിൽ മറുപടിയും പറയണല്ലോ. ദേ കടന്ന് കാണിച്ചു കൂട്ടാണ്ടില്ലേ? ഭാർഗവ, അനക്ക് എന്ത് പറ്റി? അവനക്കൊന്നും പറ്റിയതല്ല. അവനെ ഒരു പേപ്പട്ടി കടിച്ചാച്ച്, അവനെ പേ ഇളകിയാച്ച്. അത് താൻ മട്ടും വീരാനെ, പട്ടാളത്തിന് പേ പിടിച്ച് വടിയെടുത്ത് തല്ലുകൊല്ലണേ പട്ടാളത്തിനാ. നിർത്താൻ! നിങ്ങൾ എല്ലാരും കൂടി എന്നെ എന്തിനാ തല്ലി കൊല്ലുന്നേ? എന്നെ ഒരു പേപ്പട്ടിയും കടിച്ചിട്ടില്ല. പിന്നെ ഇവിടെ കിടന്ന് നീ എന്താ കാണിച്ചത്? എന്റെ പൊന്നച്ചായ, എന്നെ പേപ്പട്ടി കടിച്ച രീതിയിൽ ഞാൻ ആക്ട് ചെയ്തതല്ലേ? പക്ഷെ കണ്ടാ പറയൂല. അതാണ് ഈ ഭാർഗവന്റെ ബുദ്ധി. എന്തായാലും ആ ചേറുണ്ണിയുടെ ശല്യം ഒഴിവാക്കാൻ ഇതല്ലാതെ ഞാൻ മറ്റൊരു മാർഗവും കണ്ടില്ല. ഭാർഗവന്റെ അഭിനയം അപാരം തന്നെ. പേപ്പട്ടിയായിട്ട് കുറച്ചേരം ആക്ട് ചെയ്താലെന്താ? ചേറുണ്ണിയുടെ ശല്യം നമുക്ക് തീർന്നു കിട്ടിയല്ല. ഇനി ചേറുണ്ണി ഓടിയ വഴിയിൽ പുല്ല് പോലും മുളയ്ക്കൂല. അതെ, പട്ടാളത്തിന്റെ അഭിനയം കണ്ട് പേടിച്ചോടിയതല്ല. പട്ടാളത്തിനെ വെടിവെക്കാൻ തോക്കെടുക്കാൻ പോയതാ ചേറുണ്ണി. അയ്യോ,